നമുക്കതൊന്ന് പരീക്ഷ നോക്കിയാലോ? പിന്നെന്താ? ഇതിൽ മൈന്യൂട്ട് മാറ്റങ്ങൾ വരെ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊരു ഇൻഡിക്കേഷനാണ്, ജ്യോതിഷം പോലെ. മെഡിറ്റേഷനിൽ ഇത് ഈ ക്യാമറ ഇല്ലാതെ കാണാം, നമുക്ക് തന്നെ കാണാം. ഭയങ്കര രസമാണ്. ഏത് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ പോയി ഒരു ടെസ്റ്റ് നടത്തിയാലും, ഇപ്പോൾ ഞാനിപ്പോൾ ക്യാൻസർ ടെസ്റ്റ് നടത്തിയാൽ 11 മുതൽ 11 12 ക്യാൻസർ സെൽസ് എൻ്റെ ബോഡിയിനകത്തുണ്ട്. പക്ഷെ അത് സജീവമല്ല. എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ മാനേജ് ചെയ്യുന്നു. ആ ഇമ്മ്യൂൺ സിസ്റ്റം പരാജയപ്പെടുകയും ഈ ക്യാൻസർ സെൽസ് പടുമർമ്മം 12, തൊടുമർമ്മം 95, തിലസക്കാലമർമ്മം 1 എന്ന് കളറി പാടി പഠിക്കുന്നത് നിങ്ങൾ കിർലിയൻ ക്യാമറയിൽ കാണാതെ ഇന്ന സ്ഥലത്ത് ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമുണ്ട്, ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമില്ല, ഇതിന് സ്ഥാനചലനം ഉണ്ടെന്നൊക്കെ അതിനകത്ത് കാണാം. സിമ്പിൾ. നമുക്കതൊന്ന് പരീക്ഷ നോക്കിയാലോ? പിന്നെന്താ? ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ, ആദ്യമേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് അതിന് ആദ്യമേ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എന്താണ് ഈ മെഷീൻ? ഇതെന്ന് പറയുന്നത് GDV ക്യാമറ എന്നാണ് പറയുന്നത്. GDV ക്യാമറ. അപ്പോൾ GDV എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ എന്നാണ് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പേര്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കൈ വെക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു മൈക്രോ കറണ്ട് ഇത് ക്യാമറ തരും. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലെക്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവും. അത് അയോൺസിൻ്റെ രൂപത്തിലാണ്. അത് ഇത് ക്യാപ്ചർ ചെയ്യും. അല്ല, ഇത് നമ്മുടെ ചക്രയുടെ ലെവലുകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത് വന്നപ്പം തന്നെ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ഈ ചക്രയുടെ ലെവലുകൾ പറയുന്നത്? അപ്പൊ ഈ ചക്ര എന്ന് പറയുമ്പോഴത്തേക്കും കോയിൽസ് ഓഫ് എനർജിയാണ്. അപ്പൊ ഒരു എനർജിയുടെ സെന്റേഴ്സ് ആണ് ഇതെല്ലാം. എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിൽ എനർജി കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതെ. അപ്പൊ ഈ 6 ചക്രങ്ങളിൽ അത് എനർജി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് റീഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു ജൂൾ കണക്കിലാണ് ഇത് നമുക്കൊരു റിപ്പോർട്ടായിട്ട് തരുന്നത്. ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ പരീക്ഷിക്കുന്നത്, നമ്മുടെ എനർജി എങ്ങനെയാണെന്ന്? ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും ആദ്യമേ ഒരു പേഷ്യൻസ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഒരു സ്കാൻ എടുക്കും ബിഫോർ ട്രീറ്റ്മെൻറ്റ്. സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിരലുകളും, അതെ, ഓരോ വിരൽ ഇപ്പോൾ നമ്മുടെ 10 ഫിംഗേഴ്സും സ്ലോലി 1 by 1 എടുത്തിട്ട് ഒരു സ്കാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് 10 ഫിംഗേഴ്സും എടുക്കണം. അപ്പോൾ ബിഫോർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കും, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ ഈ ബിഫോർ ട്രീറ്റ്മെന്റും ആഫ്റ്റർ ട്രീറ്റ്മെന്റും നമ്മൾ നോക്കുമ്പോൾ അവരുടെ എനർജി ലെവലിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്? അതായത് ഇപ്പം ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എനർജി മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മെഷീൻ ഉപയോഗിക്കേണ്ടി വരുന്നത്? കാരണം നമ്മൾ ആയുർവേദത്തിലായാലും സിദ്ധത്തിലായാലും മരുന്നും മന്ത്രം എന്നൊരു കോൺസെപ്റ്റാണ്. ഈ മന്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഒരു ഇത്. സോ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ ബോഡീനെയും മൈൻഡിനെയും ഈക്വലി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും ഇന്ന ടൈപ്പ് പ്രാണായാമം ചെയ്യണം എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ന ചക്രങ്ങൾ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്നത് ഈ പ്രാണായാമം ചെയ്യുമ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് വരും. അപ്പോൾ ഇത് ഒരു ഫിസിക്കൽ പ്രൂഫാണ്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഇങ്ങനെയാണ് ഇരുന്നത്, ട്രീറ്റ്മെന്റിന് ശേഷം ഇത് അലൈൻമെന്റിൽ വന്നിട്ടുണ്ട്, റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത് രണ്ടും വർക്ക് ആവുന്നുണ്ട്, ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. പോവാം. റൈറ്റ് തമ്മാണ്, ലെഫ്റ്റ് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് ആണ്, അത് തൊടുമ്പോൾ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ട, തൊട്ടോ. നമ്മളിപ്പോൾ എൻ്റെ കൈകൾ വെച്ചിട്ട് ഈ എനർജി അനാലിസിസ് ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കൈകളിലൂടെ നമുക്ക് എനർജി മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം കൈകൾ എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് പാർട്സ് ഓഫ് എനർജിയാണ്. വേറെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഒരു തണുത്ത ഒരു എൻവയൺമെൻറ്റിലാണെങ്കിൽ ഫസ്റ്റ് തണുക്കുന്നത് നമ്മുടെ എക്സ്ട്രീംസ് ആണ്. അപ്പോൾ ഈ ടോസും നമ്മുടെ ഫിംഗർ ടിപ്സും ആണ് ഏറ്റവും കൂടുതൽ എനർജി ഡിസ്പേർഷൻ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഈ എനർജി മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം 100% ഇത് ഉപയോഗിച്ച് തന്നെയാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അല്ല,
ഇത് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് ജസ്റ്റ് അവരുടെ എനർജി ഫീൽഡുകൾ ഇവിടെ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ബിഫോർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്റെ തന്നെ നോക്കിക്കഴിഞ്ഞാല് 1/2 കിലോമീറ്റർ അപ്പുറയാണ് ശരീരത്തിൽ നിന്ന്. അതെ, കുറച്ച് അലൈൻമെന്റ് തെറ്റിക്കിടക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ സ്റ്റിൽ ഈ ബോക്സിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. സോ ഫ്ലക്ച്വേഷൻസ് വരും. ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് നേരം ഒരു സ്ഥലത്ത് ഇരുന്ന് ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ താഴോട്ടുള്ള ചക്രങ്ങൾ കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് നിൽക്കും. എന്നിട്ട് നല്ല റെസ്റ്റ് എല്ലാം എടുത്ത് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ആ ചക്രങ്ങൾ വീണ്ടും പൊസിഷനിലോട്ട് വരും. അപ്പോൾ ഈ ബോക്സിനുള്ളിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക്. പക്ഷേ ചില പേഷ്യൻസിന് ഇത് ഈ ബോക്സ് കടന്നു പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു ഐയിന് പ്രോബ്ലം ഉള്ള ഒരു കേസ്. അപ്പോൾ കണ്ണിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് നല്ലപോലെ ഡിസ്പ്ലേസ് ചെയ്ത് പോയി. പിന്നെ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് ചെയ്ത് വന്നപ്പോൾ അത് മെല്ലെ 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 അകത്തോട്ട് വന്നു. കണ്ണുകൊണ്ടായിരുന്നു അവർക്ക് ഈ ചക്രങ്ങളെല്ലാം മാറിപ്പോയത്? അങ്ങനെയല്ല, ഇപ്പൊ ഈ ചക്രങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് പെർട്ടിക്കുലർ പാർട്സ് ഓഫ് ദ ബോഡിയാണ്. ഇപ്പൊ നടു വേറെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ താഴത്തെ ചക്രങ്ങളിൽ ക്രോണിക് നടുവേദന ഉണ്ടായിരുന്ന ഒരാൾക്ക് ഭയങ്കര അലൈൻമെന്റ് തെറ്റിക്കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു എനർജി ഇംബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പിന്നെ പ്രാണായാമം കറക്റ്റായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവരുടെ ആ തെറ്റിക്കിടന്ന ചക്രങ്ങൾ പൊസിഷനിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് ഈ ചക്രങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ആവുന്നത്. ഇത് നമ്മളൊരു അലൈൻമെന്റ് വേണം എപ്പോഴും. ഒരു അസുഖം എന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് തെറ്റിക്കിടന്നിട്ട് തിരിച്ചു വരില്ല, ഒരു ഇംബാലൻസ്. അപ്പോൾ ദി ആബ്സെൻസ് ഓഫ് ഇതൊരു നോർമൽ ഒരാളുടെ എപ്പോഴും ചക്രങ്ങളെല്ലാം ലെവലപ്പ് ആയിരിക്കും, അതായത് 100% അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ ഒരു ഫ്ലക്ച്വേഷൻ കാണും. ഇതിൽ കാര്യം എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയതിലോട്ട് വരണം. ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ യു ആർ ഹെൽത്തി. അതാണ് ഇത് തെറ്റിക്കിടക്കുമ്പോഴത്തേക്ക് കുറേ നാൾ തെറ്റിക്കിടക്കുമ്പോഴാണ് ഈ ഫ്ലെക്സിബിലിറ്റി കുറയുമ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ ചക്രങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിൽ ചക്രങ്ങൾ മാത്രമല്ല, ഇവിടെ വേറെ നമുക്ക് ഏരിയ ഡയഗ്രാം ഉണ്ട്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 24 പേജ് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ചക്രാസിൻ്റെ ഒരു പേജ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഡോക്ടർ സൈഡിൽ കൂടുതൽ നോക്കുന്നത് എനർജി ഡയഗ്രാമും ബാലൻസ് ഡയഗ്രാമും ആണ്. അതിൽ ഈ എനർജി ഡയഗ്രാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ സർക്കിൾ ഉണ്ടല്ലോ, അതാണ് നോർമൽസി എന്ന് വിളിക്കുന്നത്. അതിന് മേലെ ഒരു പോയിന്റ് ഇതാ പുറത്തോട്ട് പോകുന്നുണ്ട്, ഒരു പീക്ക്. അതിപ്പോൾ ഡിസെൻഡിങ് കോളൻ എന്ന് കാണിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ കോളനിൽ അതെന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു എനർജി ഒന്നി സ്റ്റക്കായി കിടക്കുന്നു, എന്തോ ഒരു വിഷയമുണ്ട് എന്നിങ്ങനെ കാണിക്കും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് കിഡ്നി ചെറിയൊരു എനർജി ഇംബാലൻസ് കാണിക്കുന്നു. ചിലപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ടായിരിക്കാം, ഡീഹൈഡ്രേഷൻ്റെ ആയിരിക്കാം. കിഡ്നി പോയെന്നല്ല, അവിടെ ഇതാകെ മെഷർ ചെയ്യുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സിന്റെ എനർജിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ പോയിന്റുകളും അറിയാൻ പറ്റും അല്ലേ, ബോഡിയിലെ ഓരോ മെക്കാനിസവും? അതെ, ഇതിപ്പോ വേറൊരു ഇതാണ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, ചില പീക്സ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ചിലത് നോർമലായിട്ട് നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ നമ്പർ 6 നോക്കുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസിൻ്റെയാണ്. ഹോർമോൺസിൽ എവിടെയോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇംബാലൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കാണിക്കുന്നു. ഇതാണ് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നമ്പർ 9. അപ്പോൾ ഇതൊരു ഇൻഡിക്കേഷൻ തരുമ്പോൾ ഞങ്ങൾ പേഷ്യൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ഹോർമോൺ ടെസ്റ്റ് എഴുതി നോക്കും. പിന്നെ അതിന്റെ സിംറ്റംസ് എവിടെയാണോ ഇംബാലൻസ് ഉള്ളത് അതിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ലേന്ന്. എനിക്ക് തോന്നുന്നു ചില പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് എന്താണ് രോഗം അല്ലെങ്കിൽ അസ്വസ്ഥത മാത്രമായിരിക്കും, രോഗം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഇത് ഉപകാരപ്പെടുമായിരിക്കും അല്ലേ? ഇതൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ്, നമ്മളൊരു പ്രോപ്പർ ഡയഗ്നോസ്റ്റിക് ടൂൾ അല്ല. പക്ഷേ ഞങ്ങളത് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്ത് വന്നപ്പോൾ ആക്ച്വലി കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഐൻ്റെ കേസ് ഒരാൾക്ക് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അവർ 1980s എങ്ങാണ്ട് റൈറ്റ് ഐയിൽ ഒരു സർജറി ചെയ്തിരുന്നു. ഇതിൽ കറക്റ്റായിട്ട് റൈറ്റ് ഐൻ്റെ അവിടെ ഒരു ഇംബാലൻസ് കാണിച്ചു. ഇപ്പോഴും അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അന്ന് സർജറി ചെയ്ത് അപ്പോൾ അന്നോട്ടേ അവരുടെ ആ റൈറ്റ് ഐൻ്റെ എനർജിയുടെ ബാലൻസ് തെറ്റിക്കിടക്കുകയായിരുന്നു. അത് ഈ മെഷീൻ എടുത്തു. അതുപോലെ തന്നെ നടുവേദന ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ്, അവരുടെ ഈ L4 L5 S1 ഏറ്റവും നടുവേദന, ആ നടുവിൻ്റെ അവിടെ കുറേ നാൾ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിൽ അത് കാണിക്കുകയും ചെയ്തു, ഇവിടെ സ്ഥലത്ത് ഇംബാലൻസ് ഉണ്ടെന്ന് എനർജിയുടെ. അത് പോയി ട്രൈ ചെയ്തു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ എങ്ങനെയാണ് ഇനി? അതായത് ക്രില്ലിയൻ ക്യാമറയിൽ പോയി ഇതിൻ്റെ ഫോട്ടോ എടുത്തു. അതെ, ഫോട്ടോ എടുത്തു. ഇനി അതിൻ്റെ
അതിൻ്റെ ഓക്കെ കിട്ടിയോ, ശരി, റൈറ്റ്. ഇതിലിപ്പോൾ ഈ അലൈൻമെൻറ്റ് ചക്രങ്ങളുടെ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭൂമി, ജല, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ 5 തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ചെയ്യുന്ന വ്യായാമം, അതായത് കിട്ടുന്ന ചൂട്, ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഊർജം, ഉറങ്ങുമ്പോൾ നമുക്ക് ശരീരം പ്രകൃതിയിൽ നിന്നൊരു ഊർജം സ്വീകരിക്കുന്നുണ്ട്. ഈ 5 ചക്രങ്ങളും ഒരേ നിലയിൽ വന്നാൽ ബോഡി മെഷീൻ അറ്റ് ഈസ് എന്നാണ്. ഇത് എപ്പോഴാണ് അതിന് വ്യതിയാനം വരുന്നത്, അപ്പോഴാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മൂലാധാരം, ഈ 5 ചക്രങ്ങൾക്ക് ഏറ്റവും മുകളിൽ സഹസ്രാരമെന്നും ഏറ്റവും താഴെ മൂലാധാരം എന്ന് പറയുന്ന 2 ചക്രങ്ങളും കൂടെ ഉണ്ട്. ഇങ്ങനെ 7 ആധാരങ്ങളാണ് ശരീരത്തിനകത്തുള്ള സപ്താധാരം. ഞാൻ എടുത്തപ്പോൾ തന്നെ കാണിച്ചത് പല ദൂരെ ദിക്കുകളാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഫ്ലക്ച്വേറ്റ് ആയിരിക്കും. എന്നാൽ ഇത് കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ എടുത്തു നോക്കിയാൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇത് മൂലാധാരം അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. പിന്നെ സ്വാധിസ്ഥാനവും മണിപ്പുരവും ഓൾമോസ്റ്റ് അനങ്ങാതെ നിൽപ്പുണ്ട്, അലൈൻഡാണ്. പിന്നെ അനാഹതവും വിശുദ്ധിയും ആജ്ഞയും ഒരു ലേശം മാറി നിൽപ്പുണ്ട്. ഇത് അസ്വസ്ഥമായ അല്ലെങ്കിൽ രോഗാതുരമായ ശരീരമെന്ന് പറയാൻ പറ്റില്ല. കാരണം രോഗമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പാറ്റേൺ ഒരുപാട് പുറത്തോട്ട് പോകും. ഇപ്പോൾ ഈ ക്രോസ് ലൈൻസ് ഇട്ടിട്ടുണ്ട്, ആ ലൈനിന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത് എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. സഹസ്രാരവും യഥാർത്ഥത്തിൽ ഒരു ശക്കലം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ ഇതിന് എടുത്തു പറയത്തക്ക ഒരു രോഗവും ഈ ശരീരത്തിലില്ല. നന്നായി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഇത് നേരെ ഇരിക്കും. അല്ല, എനിക്ക് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ കിഡ്നിയുടെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് വേറെ ആ റൗണ്ട് സർക്കിളുള്ള അത്, അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ പോയി ഒരു ക്യാൻസർ ടെസ്റ്റ് നടത്തിയെന്ന് വെച്ചു. നല്ലൊരു കാർഡിയോളജിസ്റ്റ് പറയുന്നത് കേട്ടതാണ്. ഏത് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ പോയി ഒരു ടെസ്റ്റ് നടത്തിയാലും, ഇപ്പോൾ ഞാനിപ്പോൾ ക്യാൻസർ ടെസ്റ്റ് നടത്തിയാൽ 11 മുതൽ 12 ക്യാൻസർ സെൽസ് എൻ്റെ ബോഡിയിനകത്തുണ്ട്. പക്ഷെ അത് സജീവമല്ല. എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റം പരാജയപ്പെടുകയും ഈ ക്യാൻസർ സെൽസ് ക്രമാതീതമായി വളരുമ്പോഴേ എനിക്ക് രോഗമെന്ന് പറയാൻ പറ്റും. ഇതിൽ മൈന്യൂട്ട് മാറ്റങ്ങൾ വരെ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊരു ഇൻഡിക്കേഷനാണ്, ജ്യോതിഷം പോലെ. ഇപ്പോൾ ഇതിൽ മാറി നിൽക്കുന്ന ചക്രങ്ങളെ കുറിച്ച് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുക. മൈൻഡ് ഈസ് മാനിഫെസ്റ്റിംഗ് ആസ് മാറ്റർ. മനസ്സാണ് ശരീരമായി പരിണമിക്കുന്നത്. ഈ ബോധത്തോടുകൂടി മനസ്സിനെ ആ കേന്ദ്രങ്ങളിൽ ഏകാഗ്രമാക്കിയാൽ എവിടെ ശക്തി ഏകീകരിക്കപ്പെടുന്നു അവിടെ ആ ശക്തിയുടെ തീവ്രത കൂടും, ഇല്ലേ? അപ്പോൾ മനസ്സ് എങ്ങും ഫോക്കസ്ഡ് ആകാതെ നിൽക്കുന്നൊരു മനുഷ്യൻ എന്ത് എഫിഷ്യൻസിയാണ് ഉള്ളത്? പക്ഷേ വളരെ ഏകാഗ്രമായി പ്രവർത്തിക്കുന്നവൻ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ ഇതിന് വലുതായിട്ട് ഇതൊന്നും മേടിക്കും ബോധറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു ക്ലിയർ ഗ്രാഫാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് ശരീരം പോകുന്നത് എന്ന ഒരു ഗ്രാഫ്. മെഡിറ്റേഷനിൽ ഇത് ഈ ക്യാമറ ഇല്ലാതെ കാണാം. നമുക്ക് തന്നെ കാണാം. ഭയങ്കര രസമാണത്. ചക്ര സംവേദനം എന്നാണത് പറയുന്നത്. മനസ്സ് ഓരോ ചക്രങ്ങളിലും ഓരോ ഉപചക്രങ്ങളിലും പോവും. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യജ മൂർധന്യതായ ആത്മനഃ പ്രാണമസ്ഥിതോ യോഗധാരണം. ഭഗവത്ഗീത പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 9 ദ്വാരങ്ങളിലേക്കും പോകുന്ന ഊർജത്തെ നമുക്ക് സംയമനം നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നവദ്വാരങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെ ഹൃദയത്തിൽ നിരോധിക്കുമ്പോൾ ഹൃദയചക്രത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് പ്രാണൻ നൂല് പോലെ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ അവസ്ഥയാണ് യോഗധാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ സാധാരണ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും? അതിനാണ് ഈ ക്രിലിയൻ ക്യാമറ. ഇനി ഇതിൻ്റെ വേറൊരു മോഡൽ കൂടി വന്നിട്ടുണ്ട്. അതിന് ബയോ ഫോട്ടോൺ ക്യാമറ എന്നാണ് പറയുന്നത്. ബയോ ഫോട്ടോൺ അതിലെങ്ങനെയാണ്? അത് ഇപ്പോൾ ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു, ശ്രമിക്കുന്നുണ്ട് അതിനെ കൂടെ ഒന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ. അതിൽ പറയുന്നത് ഈ കോശങ്ങൾ തമ്മിലുള്ള ഒരു ഊർജ്ജ സംവേദനമുണ്ട്. അപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ
താങ്കൾ ഇങ്ങനെ ലോൺലി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് അല്ല. താങ്കളുടെ ശരീരത്തിൻ്റെ ഒരു ഊർജവും ഓരോ കോശങ്ങളും അതിൻ്റെ ഊർജം പുറത്തേക്ക് വമിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഊർജ്ജം, എൻ്റെ ദേഹത്തു നിന്നൊരു ഊർജ്ജം അങ്ങോട്ടും വരുന്നുണ്ട്. ഇവർ പരസ്പരം ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, ഇൻ്ററാക്ഷൻ ഉണ്ട്. ഇതിനെയാണ് ശരിക്കും നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയിൽ വിളിച്ചത്. നമ്മുടെ ഈ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ദർ ഈസ് എ ഇൻവിസിബിൾ ഫാബ്രിക്. സൂത്രേ മണിഗണായിവ ഗീത. അതായത് സൂത്രം എന്ന് വെച്ചാൽ ചരട്, മണി എന്ന് പറഞ്ഞാൽ മുത്തുകൾ. പ്രപഞ്ചത്തെ ഓരോ മോളിക്യൂളിനെ ഒരു മുത്തായി കണക്കാക്കിയാൽ ആ മുത്തുകളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു സൂത്രം, ഒരു നൂലിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതാണ് ഏകം. ബാക്കിയെല്ലാം പിന്നെ നാനാത്വം. ഇത് പണ്ട് പറഞ്ഞപ്പോൾ അത് പ്രിമിറ്റീവ് ബിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ബയോഫോട്ടോൺ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്, ഒരു ഡാൻസ് പോലെ, ഒരു നടരാജ നൃത്തം പോലെ ഇതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ അതിൽ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ താങ്കൾക്ക് കണ്ണിൽ നോക്കി ചിരിക്കുന്നു, മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനൊരു പണി കൊടുക്കണം, ക്യാമറയിൽ ഇത് ഫ്ലക്ച്വേഷൻ കാണിക്കും. എല്ലാ ഉടായ്പും പിടിക്കാൻ പറ്റിയ സാധനം. കാരണം വെറുപ്പ്, ഞാൻ അങ്ങനെ വെറുക്കുമ്പോൾ എൻ്റെ ദേഹത്തുണ്ടാകുന്ന ഒരു ഊർജ്ജ വ്യതിയാനം ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഈ വെറുപ്പ് ഈ കോശങ്ങൾ സ്വീകരിക്കും. അങ്ങനെ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദേഹത്ത് തന്നെ ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യും. ഞാൻ താങ്കളെ വെറുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കോശങ്ങൾ തന്നെയാണ് പരസ്പരം വെറുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇവരുടെ കോർഡിനേഷൻ നഷ്ടപ്പെടും. അപ്പോൾ അവർ സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്.